നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, അവൻ ആ വീട്ടിൽ ജനിച്ച ശേഷമാണ് അവർ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവൾ ആ വീട്ടിലേക്ക് കയറി ചെന്നത് അവിടുത്തെ ഐശ്വര്യമായി എന്നൊക്കെ. ഇത് വെറുമൊരു സംസാരമല്ല. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾക്ക് അവർ ജനിച്ച വീടിനെയും അവർ താമസിക്കുന്ന വീടിനെയും രക്ഷപ്പെടുത്താനും ഐശ്വര്യം കൊണ്ട് നിറയ്ക്കാനും ഒരു പ്രത്യേക കഴിവുണ്ട്. അവരുടെ ഗ്രഹനില, അവരുടെ ജാതകം, അവരുടെ ഗോചരഫലങ്ങൾ ഇതൊക്കെ അനുകൂലമാവുമ്പോൾ ആ വീട്ടിന് സർവൈശ്വര്യമാണ്. അവരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ആ വീട്ടിലെ ദോഷങ്ങൾ അകലുകയും പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല, കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അങ്ങനെയുള്ള 9 ഭാഗ്യ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കൂ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടും. ഒരുപാട് ധനധാന്യ സമൃദ്ധിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നമുക്കറിയാം ആ ഭാഗ്യമുള്ള 9 നക്ഷത്ര ജാതകരെ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നാളെ ചൊവ്വാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും. പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക. ഇന്ന് രാത്രി 10 മണിയോടുകൂടി ഞാനത് എഴുതിയെടുക്കും. നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഭാഗ്യത്തിനു മേൽ ഭാഗ്യമുള്ള ആ നക്ഷത്ര ജാതകരെന്ന്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. ഭാഗ്യം ഏറെയുള്ള നക്ഷത്രമാണ്. ഐശ്വര്യത്തിൻ്റെ നക്ഷത്രമാണിത്. ചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമാണ് രോഹിണി. അതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രത്തിൽ പിറന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. എന്ത് കുറവുണ്ടായാലും അത് നികത്താൻ ഇവരുടെ സാന്നിധ്യം സഹായിക്കും. ഇവർ എവിടെ ചെന്നാലും അവിടെ ഐശ്വര്യം നിറയ്ക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ചെന്ന് കയറുന്ന വീടിനായാലും ജനിച്ചു വീഴുന്ന വീടിനായാലും സർവൈശ്വര്യമാണ് രോഹിണി. എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു സമയത്തും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ്. എന്നിരുന്നാലും രോഹിണി നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സമയമാണ്. ഏറ്റവും നല്ല ഒരു വിജയത്തിൻ്റെ സോപാനങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിവുള്ള നക്ഷത്രവുമാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഒത്തിരി അപമാനങ്ങൾ, ഒത്തിരി സങ്കടങ്ങൾ ഒക്കെ പേറി ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ രോഹിണി നക്ഷത്ര ജാതകർക്ക് വലിയ ഗുണമേന്മ ഉണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. ഇതൊരു രാജകീയമായ നക്ഷത്രമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ മകം പിറന്ന മങ്ക എന്ന ചൊല്ല്? മകം നക്ഷത്ര ജാതകർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനൊരു രാജയോഗം തന്നെ ലഭിക്കും. ഇവർക്ക് പൂർവികരുടെ, അതായത് മരിച്ചുപോയവരുടെ, അപ്പനപ്പന്മാരുടെ, അമ്മൂമ്മമാരുടെ അനുഗ്രഹം ധാരാളം ഉണ്ടാകും. അതുകൊണ്ട് ആ വീട് എന്ത് പ്രശ്നം വന്നാലും തകർന്നു പോകില്ല. തറവാടിൻ്റെ ഐശ്വര്യം നിലനിർത്താൻ മകം നക്ഷത്ര ജാതകർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. മകം നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമായിരിക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും, തടസ്സങ്ങളൊക്കെ അകന്നു കിട്ടും. അപ്പോൾ മകം നക്ഷത്ര ജാതകരായ മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വീട്ടിലുണ്ട് എങ്കിൽ ചേർത്ത് പിടിച്ചോളൂ. മകം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അവർ ജനിച്ചു വീഴുന്ന വീടിന് ഐശ്വര്യമായിരിക്കും. പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ മാറി സർവൈശ്വര്യത്തിലേക്ക് മകം നക്ഷത്ര ജാതകർ എത്തും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത്, മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. ദേവന്മാരുടെ ഗുരുവായ വ്യാഴത്തിൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് പൂയം. പൂയം നക്ഷത്ര ജാതകർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല. അതായത് ഭക്ഷണത്തിനും ഐശ്വര്യത്തിനും ഒരു കുറവും വരില്ല എന്ന് സാരം. എല്ലാവരെയും പോറ്റാനും വളർത്താനുമുള്ള ഒരു കഴിവ് ഈ പൂയം നക്ഷത്ര ജാതകർക്കുണ്ട്. ഇവർ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം പച്ചപിടിക്കും. എത്ര വലിയ പ്രതിസന്ധി വന്നാലും ആ വീടിൻ്റെ ഒരു തൂണ് പോലും താങ്ങി നിർത്താൻ
ഇവർക്ക് കഴിയും, സാധിക്കും. ഇവർ അത്രയധികം ഭാഗ്യമുള്ളവരാണ്, നേട്ടമുള്ളവരാണ്, സർവൈശ്വര്യമുള്ളവരാണ്. സാക്ഷാൽ മുരുകൻ്റെ അനുഗ്രഹം ഏറെയുള്ളവരാണ്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയി നക്ഷത്ര ജാതകർ പോകണം പതിവായി. അതൊക്കെ സർവൈശ്വര്യത്തിലേക്കും ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ അകന്ന് പൂയ നക്ഷത്ര ജാതകർക്ക് വലിയ നിലയിലെത്തിച്ചേരുവാനും കാരണമാകും. മക്കളായോ മരുമക്കളായോ നിങ്ങളുടെ വീട്ടിൽ ആരായാലും പൂയ നക്ഷത്ര ജാതകരുണ്ട് എങ്കിൽ അത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും ആരംഭം അവിടെ ആരംഭിച്ചു. ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുന്നേ, അതൊക്കെ മാറിക്കിട്ടും. ജീവിതമല്ലേ, അതൊക്കെ മാറേണ്ട സമയമാണ്. പൂയ നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത്, 4ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തത്തിൻ്റെ ചിഹ്നം നമ്മുടെ കൈപ്പത്തിയാണ്. അതായത് എന്ത് കാര്യവും കയ്യിലെടുത്ത് വിജയിപ്പിക്കാൻ കഴിവുള്ളവരെന്ന് സാരം. അത്തം നക്ഷത്ര ജാതകർ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ പുതിയ ജോലികൾ, പുതിയ സംരംഭങ്ങൾ എന്നിവയെല്ലാം വിജയിക്കും. ഇവരുടെ കൈപുണ്യം കൊണ്ട് ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും. പണം സമ്പാദിക്കാനും അത് ശരിയായി സൂക്ഷിക്കാനും ഇവർക്കൊരു പ്രത്യേക കഴിവാണ്. 5ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്ര ജാതകർ സൗന്ദര്യവും ഐശ്വര്യവും ഒരുപോലെയുള്ളവരാണ്. ദേവന്മാരുടെ ശില്പിയായ വിശ്വകർമാവിൻ്റെ നക്ഷത്രമാണിത്. അതുകൊണ്ട് ഇവർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടെപ്പോഴും മനോഹരമായും വൃത്തിയായും ഇരിക്കും. ഇവർക്ക് ചുറ്റും എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി, അതായത് നല്ല ഊർജ്ജം ഉണ്ടാകും. അത് ആ വീട്ടിൽ മുഴുവൻ ഐശ്വര്യം നിറയ്ക്കും. ഇവരുള്ള വീട്ടിൽ ദാരിദ്ര്യം അധികകാലം നിൽക്കില്ല. ചിത്രയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യാനുഭവമുണ്ട്. ചിത്ര ഏതെങ്കിലും വീട്ടിലുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ ചിത്തിര നക്ഷത്ര ജാതകർ? ഉണ്ടെങ്കിൽ ചിത്തിര എന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ചിത്രയ്ക്ക് ഭാഗ്യമാണെന്നേ. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ചിത്തിര നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. 6ാമത്തെ നക്ഷത്രത്തെ നമുക്കറിയാം. അത് മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അനിഴം നക്ഷത്രമാണ്. 6ാമത്തെ നക്ഷത്രം അനിഴമാണ്. സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നേരിട്ട് കിട്ടുന്ന നക്ഷത്രമാണ് അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്ര ജാതകർ വീട്ടിലുണ്ടെങ്കിൽ അത് മഹാലക്ഷ്മി തന്നെ ആ വീട്ടിൽ താമസിക്കുന്നതിന് തുല്യമാണ്. പണപരമായ ഭാഗ്യം എപ്പോഴും ഇവർക്കൊപ്പമുണ്ടാകും. ഇവർ കാരണം ആ വീടിൻ്റെ ഐശ്വര്യം പടിപടിയായി ഉയരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അനിഴം ഐശ്വര്യമാണ്, അനിഴം സമൃദ്ധിയാണ്. അനിഴത്തിന് നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞു. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറി അനിഴത്തിനി രക്ഷപ്പെടാൻ സാധിക്കും. 7ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ്. 7ാമത്തെ നക്ഷത്രമായ പുണർതത്തിന് ദേവന്മാരുടെ അമ്മയായ അതിഥിയുടെ നക്ഷത്രമാണ്. അതായത് ഒരിക്കലും വറ്റാത്ത ഐശ്വര്യത്തിൻ്റെ ഉറവിടം. പുണർതം നക്ഷത്ര ജാതകർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് പോലും തിരികെ വരുമെന്നാണ്. പുണർതം എന്ന പേര് പോലെ എല്ലാ നല്ല കാര്യങ്ങളും ആ വീട്ടിൽ വീണ്ടും വീണ്ടും സംഭവിക്കും. കുടുംബത്തെ ഒന്നിച്ചു നിർത്താൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഭാഗ്യമേറെയുള്ളവരാണ്. ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും തളരാതെ തന്നെ മുന്നേറുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. പുണർതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഏറ്റവും നല്ല ദിനങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. 8ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. സൂര്യനെപ്പോലെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമാണിത്. ഉത്രം നക്ഷത്ര ജാതകർ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തിയും ലഭിക്കും. ഇവരുടെ കഠിനാധ്വാനം കൊണ്ട് ആ കുടുംബം രക്ഷപ്പെടും. സർക്കാർ സംബന്ധമായ ആനുകൂല്യങ്ങൾ, ഉയർന്ന ജോലികൾ എന്നിവയെല്ലാം ആ കുടുംബത്തിന് വരാൻ ഇവരുടെ സാന്നിധ്യം സഹായിക്കും. 9ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഞാൻ മിക്ക വീഡിയോകളിലും പറയാറുള്ളത് അശ്വതിയെയാണ് ആദ്യം പറയാറുള്ളത്. പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്, അശ്വതി നക്ഷത്ര ജാതകരെ വിട്ടുള്ള കളിയൊന്നുമില്ലേ? എല്ലാ വീഡിയോയിലും അശ്വതി ഉൾപ്പെടാറുണ്ടല്ലോ എന്ന്. അശ്വതി പ്രിയപ്പെട്ട നക്ഷത്രം തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ 9ാമത്തെ നക്ഷത്രം അശ്വതിയാണ്. നക്ഷത്രത്തിലെ ആദ്യത്തെ നക്ഷത്രവുമാണ്. ഇപ്പോൾ അശ്വതി നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ്. എപ്പോഴും ഊർജ്ജസ്വലന്മാരായിരിക്കും. അശ്വതി നക്ഷത്ര ജാതകർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലൊരു മന്ദത, അതായത് മടി പിടിച്ച അവസ്ഥ ഉണ്ടാകില്ല. അവിടെ എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാകും. ദേവന്മാരുടെ വൈദ്യന്മാരായ അശ്വിനി കുമാരന്മാരുടെ നക്ഷത്രമായതുകൊണ്ട് ആ വീട്ടിലെ അസുഖങ്ങളും ദുരിതങ്ങളും ഇവർ കാരണം ഇല്ലാതാകും.
നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ രോഹിണി, മകം, പൂയം, അത്തം, ചിത്തിര, അനിഴം, പുണർതം, ഉത്രം, അശ്വതി ഈ 9 നക്ഷത്ര ജാതകർ ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് ആ വീടിൻ്റെ മഹാഭാഗ്യമാണ്. ഇനി നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിലില്ല എന്ന് കരുതി നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. എല്ലാ നക്ഷത്രങ്ങൾക്കും അവരുടേതായ കഴിവുകളുണ്ട്. എല്ലാ മനുഷ്യരും അവരവരുടെ വീടിൻ്റെ ഐശ്വര്യമാണ്. പക്ഷേ ഈ 9 നക്ഷത്ര ജാതകർക്ക് അവർ താമസിക്കുന്ന വീടിനെ രക്ഷപ്പെടുത്താനും ഐശ്വര്യം നിറയ്ക്കാനും ഒരു പ്രത്യേക കഴിവ് ജ്യോതിഷം നൽകുന്നു എന്ന് മാത്രം. നിങ്ങളുടെ വീട്ടിൽ ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ സ്വന്തം നക്ഷത്രം ഏതാണ്? അത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുതേ.